ലോകഭാഷകളെ ആദരിക്കാനും സംരക്ഷിക്കുവാനുമുള്ള ശ്രമങ്ങൾക്ക് ഊർജം പകരുകയാണ് മാതൃഭാഷാ ദിനത്തിൻ്റെ ലക്ഷ്യം. ഭാഷാ വൈവിധ്യങ്ങളുടെ നാടായ ഇന്ത്യയെ സംബന്ധിച്ച് മാതൃഭാഷാ സംരക്ഷണം സുപ്രധാനമാണ്. അപ്പോൾ നമുക്ക് ഈ റിപ്പോർട്ട് കണ്ടുകൊണ്ട് ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരള ഇവിടെ അവസാനിപ്പിക്കാം. നാളെ കാണാം വീണ്ടും ഇതേ സമയം. നമസ്കാരം. ലോകത്ത് 6500-ലധികം ഭാഷകൾ സംസാരിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ. ലോകത്ത് ജനിച്ചു വീഴുന്ന ഓരോ മനുഷ്യനും സ്വന്തമായി ഒരു മാതൃഭാഷയുമുണ്ട്. മാതൃഭാഷ മനുഷ്യൻ സ്വപ്നം കാണുന്ന ഭാഷയാണ്. എല്ലാ ഭാഷകൾക്കും അതിൻ്റേതായ സൗന്ദര്യവും സംസ്കാരവുമുണ്ട്. ആ വൈവിധ്യങ്ങളുടെ ആഘോഷമാണ് ലോക മാതൃഭാഷാ ദിനം. ലോക മാതൃഭാഷാ ദിനത്തിനു പിന്നിലും ചോര നിറമാർന്നൊരു ചരിത്രമുണ്ട്. 1952 ബംഗ്ലാദേശ് ഗവൺമെന്റ് അവരുടെ മാതൃഭാഷയായ ബംഗാളിയെ മാറ്റി ഉറുദുവിനെ ഭരണഭാഷയാക്കി. ആ തീരുമാനം ബഹുഭൂരിപക്ഷം വരുന്ന ബംഗാളികളെ ക്ഷുഭിതരാക്കി. മാതൃഭാഷയ്ക്കു വേണ്ടി ബംഗ്ലാദേശ് ഉജ്ജ്വലമായൊരു സമരഭൂമിയായി. ബംഗ്ലാദേശ് സർക്കാർ സമരത്തെ അടിച്ചമർത്താൻ നടത്തിയ വെടിവെപ്പിൽ 1952 ഫെബ്രുവരി 21 സർവകലാശാല വിദ്യാർത്ഥികളായ 4 പേർ മരിച്ചു. മാതൃഭാഷയ്ക്കു വേണ്ടി രക്തസാക്ഷികളായ ആ വിദ്യാർത്ഥികളുടെ സ്മരണ നിലനിർത്താനാണ് ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചത്. സംസ്കൃതത്തിന്റെ മേൽക്കോയ്മയിൽ നിന്ന് കേരളത്തെ രക്ഷിച്ചതുകൊണ്ടാണ് എഴുത്തച്ഛൻ നമ്മുടെ ഭാഷാ പിതാവാകുന്നത്. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന EMSന്റെ പുസ്തകം ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച കേരളത്തിന്റെ അടിത്തറയാണ്. 1957 ആദ്യ മുഖ്യമന്ത്രിയായ EMS ഭരണത്തിലും വിദ്യാഭ്യാസത്തിലും മാതൃഭാഷാ സ്നേഹം ഒരു നയമാക്കി. ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിനനുസരിച്ചുള്ള 22 ഭാഷകളിൽ മലയാളത്തിന് 9ാം സ്ഥാനമുണ്ട്. ലോകഭാഷകളിലേക്ക് മലയാളത്തിൽ നിന്ന് വിവർത്തനം ചെയ്യപ്പെടുന്നതുപോലെ രചനകൾ മറ്റൊരു ഇന്ത്യൻ ഭാഷകളിൽ നിന്നും സംഭവിക്കുന്നില്ല. മലയാള ഭാഷയുടെ മഹത്വത്തെക്കുറിച്ച് ലോകം വാഴ്ത്തുമ്പോഴും അവഗണിക്കുന്ന സമീപനങ്ങളും മലയാളികളിൽ നിന്നു തന്നെ ഉണ്ടാകുന്നുണ്ട്. ഒപ്പം ഹിന്ദിയെ മുൻനിർത്തി ഭാഷാദേശീയവാദം ശക്തമാക്കാനും അതുവഴി ഹിന്ദുത്വ ഫാസിസം ഉറപ്പിക്കാനുമുള്ള നീക്കത്തെ ചെറുത്തു തോൽപ്പിക്കലും ഈ ദിവസത്തെ ഒരു സുപ്രധാന കടമയാകുന്നു. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.